ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പല വീഡിയോസിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ ഫ്യൂ റാൻഡം ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ റാൻഡം ടോപ്പിക്സിൽ നിന്നും ഫ്യൂ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ മോക്ക് ടെസ്റ്റ് പോലെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ നോർമൽ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us സ്റ്റാർട്ട് ദ ഡിസ്കഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ആസ് വെൽ ആസ് ദി ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് കോൺസെപ്റ്റ്സ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് എംബ്രിയോസാക് ഡെവലപ്മെന്റ് ആണ്. ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാം എടുത്താലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് എംബ്രിയോസാക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സെറ്റ് എക്സാമിലും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയുമാണ്. അപ്പൊ നമുക്ക് എംബ്രിയോസാക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് നമുക്കറിയാം, ദാറ്റ് ഇസ് മെഗാസ്പോറോജെനസിസ്. എംബ്രിയോസാക് ഡെവലപ്മെന്റിനെ പറയുന്നത് മെഗാസ്പോറോജെനസിസ് എന്നാണ്. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെഗാസ്പോറോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നാണ്. മെഗാസ്പോർ മദർ സെൽ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. ഈ സെല്ലിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് പല ഡിവിഷൻ നടക്കുന്നുണ്ട്. മൈറ്റോസിസ് ഡിവിഷനും മിയോസിസ് ഡിവിഷനും ഒക്കെ നടന്നതിന് ശേഷമാണ് മെച്ചോർഡ് എംബ്രിയോസാക് ഫോം ചെയ്യുന്നത്. ആദ്യം നടക്കുന്നത് മിയോസിസ് ഡിവിഷൻ ആണ്. നമുക്കറിയാം മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1 ശേഷം 2 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനും മിയോസിസ് 2 ശേഷം 4 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനുമാണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നടക്കുന്നത് മൈറ്റോസിസ് ഡിവിഷൻ ആണ്. റിപ്പീറ്റഡ് മൈറ്റോസിസ് ഡിവിഷന് ശേഷം ഒരു 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള മെച്ചോർഡ് എംബ്രിയോസാക് ഇവിടെ ഫോം ചെയ്യും. അതാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. 8 ന്യൂക്ലിയേറ്റഡിന് പകരം നമുക്ക് 16 ന്യൂക്ലിയേറ്റഡ്, 4 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ഒക്കെ കാണാൻ സാധിക്കും. ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് മിയോസിസ് ഡിവിഷൻ. എത്രത്തോളം മിയോസിസ് ഡിവിഷൻ നടക്കുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് 8 ന്യൂക്ലിയേറ്റഡ്, 16 ന്യൂക്ലിയേറ്റഡ്, 4 ന്യൂക്ലിയേറ്റഡ്, 32 ന്യൂക്ലിയേറ്റഡ് ഒക്കെ ആയിട്ടുള്ള എംബ്രിയോസാക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എത്രത്തോളം ന്യൂക്ലിയസ് ആണ് മെഗാസ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ എംബ്രിയോസാക് ഫോർമേഷനിൽ വരുന്നത്, അത് ബേസ് ചെയ്തിട്ട് മോണോസ്പോറിക്, ബൈസ്പോറിക് ആൻഡ് ടെട്രാസ്പോറിക് എംബ്രിയോസാക് ഉണ്ട്. അപ്പൊ നമ്മുടെ മെഗാസ്പോർ മദർ സെൽ ഇതാണെങ്കിൽ അതിന്റെ അപ്പർ എൻഡിനെ നമ്മൾ ചെലാസ എന്ന് പറയും. അതുപോലെ ലോവർ എൻഡിനെ നമ്മൾ പറയുന്നത് മൈക്രോപൈൽ എന്നാണ്. ഈ ചില സമയത്ത് ചെലാസൽ എൻഡിലെ ന്യൂക്ലിയസ് ആയിരിക്കും എംബ്രിയോസാക്കിൽ വരുന്നത്, ഫോർമേഷൻ ചെയ്യാൻ വരുന്നത്. അല്ലെങ്കിൽ മൈക്രോപൈലാർ എൻഡിലെ ന്യൂക്ലിയസ് ആയിരിക്കും ഈ പറയുന്ന എംബ്രിയോസാക് ഡെവലപ്മെന്റിൽ വരുന്നത്. ഇവിടുത്തെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ന്യൂക്ലിയസ് മാത്രമാണ് എംബ്രിയോസാക് ഡെവലപ്മെന്റിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കി 3 പേരും ഡീജനറേറ്റ് ആയി പോകും. ഒരാൾ മാത്രമേ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. ആ ഫങ്ഷണൽ ആയിരിക്കുന്ന ആള് ചിലപ്പോൾ ചെലാസൽ എൻഡിലെ ആയിരിക്കും, ചിലപ്പോൾ മൈക്രോപൈലാർ എൻഡിലെ ആയിരിക്കും. നമ്മൾ ഈ ഡയഗ്രാമിൽ കൊടുത്തിരിക്കുന്നത് മൈക്രോപൈലാർ എൻഡിലെ ഒരാൾ മാത്രമാണ് ഫങ്ഷണൽ ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ന്യൂക്ലിയസ് ആണ് ഫങ്ഷണൽ ആയിട്ട് വന്ന് എംബ്രിയോസാക് ഡെവലപ്മെന്റിൽ വരുന്നത് എങ്കിൽ അതിനെ മോണോസ്പോറിക് എംബ്രിയോസാക് എന്ന് പറയും. ഒരൊറ്റ ഫങ്ഷണൽ ന്യൂക്ലിയസ് മാത്രമാണ് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും ഫങ്ഷണലായി വന്ന് ഡിവിഷൻ ഒക്കെ കഴിഞ്ഞ് എംബ്രിയോസാക് ഫോം ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് മോണോസ്പോറിക് എംബ്രിയോസാക്. അതുപോലെ തന്നെ 2 ന്യൂക്ലിയസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് എംബ്രിയോസാക് ഇറ്റ് ഇസ് നോൺ ആസ് ബൈസ്പോറിക് എംബ്രിയോസാക്. അതുപോലെ all the 4 nucleus is participating in the formation of embryosac, then it is known as tetrasporic embryosac. അപ്പോ അങ്ങനെയുള്ള 3 ടൈപ്പ് എംബ്രിയോസാക്കുകളാണ് ഉള്ളത്. അതിൽ പല ടൈപ്പുകളും ഉണ്ട്, എക്സാമ്പിൾസും ഉണ്ട്. ദാറ്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതെല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് പോണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എംബ്രിയോസാക് ഏതൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ്, ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ് ഏതെല്ലാമാണെന്ന് നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. ഇനി നമുക്ക് എംബ്രിയോസാക് ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. റാൻഡം ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എംബ്രിയോസാക് ഓഫ് ആൻജിയോസ്പേം ഹാസ് 7 celled, 7 nucleated, 8 celled, 7 nucleated, 7 celled, 8 nucleated, 6 celled, 8 nucleated condition. ഇതിനകത്ത് ഏതാണ് ഒരു ആൻജിയോസ്പേമിന്റെ എംബ്രിയോസാക്കിൽ
കാണുന്ന കണ്ടീഷൻ. റാൻഡം ആയിട്ട് ഒരു എംബ്രിയോ സാക്ക് റെസ്പെക്റ്റീവ് ഓഫ് ആൻജിയോസ്പോം ഓർ ജിംനോസ്പോം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ആന്റിപോഡൽസ് ഉണ്ടാവും, പിന്നെ പോളാർ ന്യൂക്ലിയ ഉണ്ടാവും. പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ അകത്തുള്ളതാണ്. ഒരു സിംഗിൾ സെല്ലിൽ കാണുന്ന ന്യൂക്ലിയയാണ് പോളാർ ന്യൂക്ലിയൈ. പോളാർ ന്യൂക്ലിയൈ, പോളാർ സെല്ല് എന്നല്ലല്ലോ പറയുന്നത്, പോളാർ ന്യൂക്ലിയൈ അല്ലേ. അപ്പം 2 പോളാർ ന്യൂക്ലിയൈ ഉണ്ട്, 3 ആന്റിപോഡൽസ് ഉണ്ട്, പിന്നെ ഉള്ളത് സിനർജിഡ്സ് ആൻഡ് എഗ് സെൽ. സിനർജിഡ്സ് ആൻഡ് എഗ് സെൽ. അപ്പോ എത്ര സെൽസ് നമുക്ക് കാണാം? 3 പോളാർ ന്യൂക്ലിയൈ, ഒരു ഒറ്റ സെല്ലേ ഉള്ളൂ, പിന്നെ എഗ് ഒരെണ്ണം, 2 സിനർജിഡ്സ്. അപ്പൊ നമുക്ക് ഓൾ ടുഗെദർ കാണാൻ സാധിക്കുന്നത് 7 സെൽസ് ആണ്. 7 സെല്ലാണ് ഉള്ളത്. എത്ര ന്യൂക്ലിയൈ ഉണ്ട് ആ സെല്ലുകളിൽ? ആന്റിപോഡൽസിന് 3 ന്യൂക്ലിയൈ, പോളാർ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ 2 എണ്ണം, എഗ് സെല്ലിന് ഒരെണ്ണം, 2 സിനർജിഡ്സിന് 2 ന്യൂക്ലിയൈ. ഓൾ ടുഗെദർ 8 ന്യൂക്ലിയസ്. എത്ര സെൽസ് ഉണ്ട്? 7 സെൽസും 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനുമാണ് ഒരു മെച്ചോർഡ് ആൻജിയോസ്പോം എംബ്രിയോസാക്കിനുള്ളത്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക് ഇസ് മോണോസ്പോറിക്, ബൈസ്പോറിക്, ടെട്രാസ്പോറിക്. എല്ലാത്തിലും നമുക്ക് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക്ക് കാണാൻ സാധിക്കും. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടെട്രാസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെന്റ് ഇസ് സീൻ ഇൻ. അപ്പൊ നമുക്ക് ഇവിടെ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെട്രാസ്പോറിക് എംബ്രിയോസാക്ക് ഏതെല്ലാം പ്ലാന്റിലാണ് കാണാൻ സാധിക്കുന്നത്? പോളിഗോണം, അഡോക്സ, പ്ലംബാഗോ ആണ് തന്നിരിക്കുന്നത്. പോളിഗോണം എന്ന് പറയുന്നത് മോണോസ്പോറിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. അഡോക്സ ആൻഡ് പ്ലംബാഗോയില് നമുക്ക് ടെട്രാസ്പോറിക് കാണാൻ സാധിക്കും. അപ്പോ ബോത്ത് 2 and 3 is the correct answer. ഓപ്ഷൻ ഡി is the correct answer. ബേസിക്കലി എക്സാമിന് ഈ പറയുന്ന ടൈപ്പ് ബേസ് ചെയ്തിട്ട്, എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണ് ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് അതിൽ എത്ര ന്യൂക്ലിയസും കൂടെ ഉണ്ടെന്നൊന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ICBN ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. സോ ICBN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ന്യൂ പ്ലാന്റ് സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യാൻ നേരത്ത് ഫോളോ ചെയ്യേണ്ട സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ICBN എന്ന് പറയുന്നത്. ICBN there are certain rules and regulations. അത് നമ്മളൊരു ന്യൂ പ്ലാന്റിനെ അല്ലെങ്കിൽ ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. ICBNൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു ടൈപ്പ് സ്പെസിമെൻ? നമ്മൾ ഒരു ന്യൂ പ്ലാന്റ് സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് സ്പെസിമെൻ ആണ് ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ന്യൂ പ്ലാന്റ് സ്പീഷീസിനെ റിലീസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുവാണ്, ആ നേരത്ത് നമ്മളുടെ പ്ലാന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു റെഫറൻസ് സ്പെസിമെൻ ആണ് ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. കോമൺ ആയിട്ടും ടൈപ്പ് സ്പെസിമെൻ വിൽ ബി എ ഹെർബേറിയം. ഒരു പ്ലാന്റിന്റെ ഹെർബേറിയം ആയിരിക്കും കോമൺ ആയിട്ട് നമ്മൾ ടൈപ്പ് സ്പെസിമെൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ന്യൂ പ്ലാന്റിനെ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂ പ്ലാന്റ് ആണെന്ന് പറയാനായിട്ടുള്ള ഓൾ ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഹെർബേറിയം ആയിരിക്കും ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പെസിമെൻ നോക്കാം. അതിൽ ആദ്യത്തേതാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. ഹോളോ ടൈപ്പ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നും ഒരു പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്തു, അതൊരു ന്യൂ സ്പീഷീസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പൊ നമ്മൾ അതിനെ ഒരു സ്പെസിമെൻ ആക്കുവാണ്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന നേരത്ത് യൂസ് ചെയ്യുന്ന ഒറിജിനൽ സ്പെസിമെനെയാണ് ഈ പറയുന്ന ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യുവാണ്, പബ്ലിഷ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യുന്ന ഒറിജിനൽ ഹെർബേറിയം ഷീറ്റിനെയാണ്, എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിരിക്കുന്ന ഹെർബേറിയം ഷീറ്റിനെയാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഹോളോ ടൈപ്പ് മൂന്നാറിൽ നിന്ന് കളക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു ന്യൂ സ്പീഷീസ് നമുക്ക് മൂന്നാറിൽ നിന്ന് കിട്ടി, അതിനെ നമ്മൾ ഒരു ഹെർബേറിയം ഷീറ്റിൽ പ്രിസർവ് ചെയ്തു. ആ ഹെർബേറിയം ഷീറ്റിനെയാണ് നമ്മൾ ഈ പറയുന്ന പബ്ലിഷ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്തത്. അതിനെ നമ്മൾ ഹോളോ ടൈപ്പ് എന്ന് പറയും.
പബ്ലിഷ് ചെയ്യാൻ യൂസ് ചെയ്തത് ഹോളോടൈപ്പ് ആണ്. അപ്പൊ നമ്മൾ മൂന്നാറിൽ നിന്ന് കളക്ട് ചെയ്തപ്പോ ഈ ഒരു പ്ലാന്റിന്റെ മറ്റ് എന്താ പറയാ ഡ്യൂപ്ലിക്കേറ്റ്സും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വി ഹാവ് ദി ബി സ്പെസിമെൻ, സി സ്പെസിമെൻ, ഡി സ്പെസിമെൻ. എന്താന്ന് വെച്ചാൽ ഇൻ കേസ് നമുക്ക് എ പ്രോപ്പർ ആയിട്ട് ഹെർബേറിയം ആയില്ല എന്നാണെങ്കിൽ ബിനെയോ സിനെയോ ഡിനെയോ ഒക്കെ എടുത്ത് ഹോളോടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ടിട്ടാണ് നമ്മൾ ആ സമയത്ത് കളക്ട് ചെയ്തത്. സെയിം ലൊക്കാലിറ്റിയിൽ നിന്ന് സെയിം ടൈമിലായിരിക്കും കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മൾ പക്ഷെ എനെ തന്നെ എടുത്ത് ഹോളോടൈപ്പ് ആക്കി. അപ്പൊ ബി സി ഡി എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഓഫ് ഹോളോടൈപ്പ് ആണ്. സോ ഡ്യൂപ്ലിക്കേറ്റ്സ് ഓഫ് ഹോളോടൈപ്പ് ഇസ് നോൺ ആസ് ഐസോടൈപ്പ്. സെയിം സ്ഥലത്ത് നിന്നും സെയിം ലൊക്കേഷനിൽ നിന്നും സെയിം ടൈമിൽ കളക്ട് ചെയ്ത ഹോളോടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സിനെയാണ് ഐസോടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പാരാടൈപ്പ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു സ്പെസിമെനിനെ എടുത്തു, എ സ്പെസിമെൻ. എ സ്പെസിമെൻ നമുക്ക് ഒരു ഫ്ലവർ ഉള്ള ഒരു സ്പെസിമെൻ ആണെന്ന് വിചാരിക്കുക. ആൻഡ് നമ്മളുടെ ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവറും അതുപോലെ തന്നെ ഒരു ഫ്രൂട്ടിന്റെയും ആവശ്യമുണ്ട്. എന്നാൽ മാത്രമാണ് അതൊരു ന്യൂ സ്പീഷീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് ഫ്ലവർ ഒരു ബ്രാഞ്ചിലും ഫ്രൂട്ട് വേറൊരു ബ്രാഞ്ചിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒറ്റ ഹെർബേറിയത്തിൽ അതിനെ രണ്ടിനെയും വെക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് ഹെർബേറിയം ആണ് യൂസ് ചെയ്യുന്നത്, എ ആൻഡ് സേ എഫ് എന്ന് പറയാം. അപ്പൊ എ ആൻഡ് എഫ് ആണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ പബ്ലിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദിസ് കേസ് നമുക്ക് എ എന്ന് പറയുന്നതിനെ നമ്മൾ ഹോളോടൈപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് എഫിനെ നമുക്ക് ഒരു ന്യൂ സ്പീഷീസ് ആണെന്ന് പറയാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഹെർബേറിയം ആണ് എഫ്. സോ എഫ് ഇസ് കൺസിഡേർഡ് ആസ് എ പാരാടൈപ്പ്. പാരാടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ സ്പെസിമെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒറിജിനൽ പ്ലാന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ഹെർബേറിയം ഷീറ്റിനെയാണ് നമ്മൾ ഈ പറയുന്ന പാരാടൈപ്പ് എന്ന് പറയുന്നത്. പാരാടൈപ്പ് ഒരിക്കലും ഹോളോടൈപ്പ് അല്ല, പക്ഷേ ഇറ്റ് ഇസ് നെസസറി ഫോർ പബ്ലിക്കേഷൻ. ഒരു ന്യൂ സ്പീഷീസ് ആണ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഈ ഹെർബേറിയം ആണ് ഈ പറയുന്ന പാരാടൈപ്പ് എന്നുള്ളത്. പക്ഷെ ഹോളോടൈപ്പ് അല്ല, ഇറ്റ്സ് എൻ എക്സ്ട്രാ സ്പെസിമെൻ. സെയിം സ്ഥലത്ത് നിന്ന് സെയിം ലൊക്കാലിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇനി അടുത്തത് സിൻ ടൈപ്പ് ആണ്. സിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഹോളോടൈപ്പ് നമുക്ക് പ്രസന്റ് അല്ല. ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യാൻ നേരത്ത് ഹോളോടൈപ്പ് പ്രസന്റ് അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേതെങ്കിലും ഓതർ കളക്ട് ചെയ്ത മറ്റൊരു സ്പെസിമെന്റിനെ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് സിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലെക്ടോ ടൈപ്പ് ആണ്. ലെക്ടോ ടൈപ്പ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഹോളോടൈപ്പ് ഇല്ല, ഒന്നല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ഡിസ്ട്രോയിഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐസോടൈപ്പിൽ നിന്നോ പാരാടൈപ്പിൽ നിന്നോ സിൻ ടൈപ്പിൽ നിന്നോ ഹെർബേറിയം എടുത്തിട്ട് ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിയോ ടൈപ്പ് ആണ്. നിയോ ടൈപ്പ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ എടുക്കുന്ന സ്പെസിമെൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഹോളോടൈപ്പും ഇല്ല, ഐസോടൈപ്പും ഇല്ല, പാരാടൈപ്പും ഇല്ല, സിൻ ടൈപ്പും ഇല്ല, ലെക്ടോ ടൈപ്പും ഇല്ല. ഒറിജിനൽ ഓതർ കളക്ട് ചെയ്ത എല്ലാ സ്പെസിമെൻസും നഷ്ടപ്പെട്ടു പോയെങ്കിൽ മറ്റേതെങ്കിലും സ്പെസിമെൻ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യണതിനെയാണ് നിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ ഓതർ, ഇപ്പം ഞാനാണ് ഒറിജിനൽ ഓതർ എങ്കിൽ ഞാൻ കളക്ട് ചെയ്ത എല്ലാ എന്താ പറയാ ടൈപ്സും നഷ്ടപ്പെട്ടു പോയി, എല്ലാ ഹെർബേറിയും നഷ്ടപ്പെട്ടു പോയി. ഹോളോടൈപ്പ് ഇല്ല, ഐസോടൈപ്പ് ഇല്ല, പാരാടൈപ്പ് ഇല്ല, സിൻ ടൈപ്പും ഇല്ല, പിന്നെ ലെക്ടോ ടൈപ്പും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ മറ്റേതെങ്കിലും ഓതർ കളക്ട് ചെയ്ത ഒരു സ്പെസിമെൻ എടുത്തിട്ട് അതിനെ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് നിയോ ടൈപ്പ്. ലെക്ടോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസോടൈപ്പിൽ നിന്നോ പാരാടൈപ്പിൽ നിന്നോ സിൻ ടൈപ്പിൽ നിന്നോ ആണ് എടുക്കുന്നത്. ഈ നിയോ ടൈപ്പിൽ വരാൻ നേരത്ത് ഈ ഒരു ടൈപ്പ് സ്പെസിമെൻസും അവൈലബിൾ അല്ല. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു സ്പെസിമെൻ അവൈലബിൾ ആയിട്ട് വരുന്നത് ചൂസ് ചെയ്തിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി അടുത്തത് ടോപ്പോ ടൈപ്പ് ആണ്. ടോപ്പോ ടൈപ്പിൽ ഒരു സ്പെസിമെൻസും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ഹോളോടൈപ്പും ഐസോടൈപ്പും പാരാടൈപ്പും സിൻ ടൈപ്പും ലെക്ടോ ടൈപ്പും നിയോ ടൈപ്പും ഒന്നും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? ഓൾറെഡി ഓതർ ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട്, സെയിം ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് ടോപ്പോ ടൈപ്പ് എന്ന് പറയുന്നത്. സെയിം ലൊക്കേഷനിൽ, ഒറിജിനൽ ലൊക്കേഷനിൽ പോയിട്ട് സ്പെസിമെനെ കളക്ട് ചെയ്ത്
ഹെർബേറിയം ആക്കിയിട്ട് പബ്ലിഷ് ചെയ്തതിനെയാണ് ടോപ്പോടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക ആൻഡ് നമുക്ക് ഈ പറയുന്ന ടൈപ്പ് സ്പെസിമെൻസിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ടൈപ്പ് സ്പെസിമെൻ അല്ലെങ്കിൽ നോമൻക്ലേച്ചറൽ സ്പെസിമെൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫെബ്രുവരി 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്പെസിമെൻ സെലക്ടഡ് ഫ്രം ഒറിജിനൽ മെറ്റീരിയൽ ടു സെർവ് ആസ് നോമൻക്ലേച്ചറൽ ടൈപ്പ് വെൻ ഹോളോ ടൈപ്പ് വാസ് നോട്ട് ഡെസിഗ്നേറ്റഡ്. അവിടെ ഹോളോ ടൈപ്പ് അവൈലബിൾ അല്ല. പക്ഷേ നമ്മൾ ഈ നോമൻക്ലേച്ചറൽ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പെസിമെൻ ഒറിജിനൽ മെറ്റീരിയൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഒറിജിനൽ മെറ്റീരിയൽ എന്ന് പറയാൻ നേരത്ത് എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ ഐസോ ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി പാരാടൈപ്പ്. പാരാടൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഐസോ ടൈപ്പിൽ നിന്നോ എടുത്ത ഒരു ഹെർബേറിയത്തിനെ ആയിരിക്കും നോമൻക്ലേച്ചറൽ ടൈപ്പ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു സ്പെസിമെനെ എന്താണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി ഹോളോടൈപ്പ്. ഹോളോടൈപ്പ് ആണോ? ഹോളോടൈപ്പ് ഒറിജിനൽ സ്പെസിമെൻ അല്ലേ, ഹോളോടൈപ്പ് അല്ല. ഐസോടൈപ്പും അല്ല. ഐസോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. ഇനിയുള്ളത് ലെക്ടോടൈപ്പ് ആണ്. ലെക്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളോടൈപ്പ് ഇല്ല, ഇറ്റ് ഇസ് ഐദർ ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ്. ആ ഒരു കേസിൽ നമ്മൾ ഒറിജിനൽ മെറ്റീരിയൽ ആയ ഐസോടൈപ്പിൽ നിന്നോ പാരാടൈപ്പിൽ നിന്നോ എടുത്ത് ഒരു പ്ലാന്റിനെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ലെക്ടോടൈപ്പ്. സോ ഹിയർ വി ഹാവ് ദി ആൻസർ ആസ് ഓപ്ഷൻ സി, ലെക്ടോടൈപ്പ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ജൂലൈ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് is selected as a type specimen. അപ്പൊ എക്സിനെ ഒരു ടൈപ്പ് സ്പെസിമെൻ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. when no holotype was designated അല്ലെങ്കിൽ no holotype was indicated at the time of publication. പബ്ലിക്കേഷന്റെ ടൈമിൽ ഹോളോടൈപ്പ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നല്ലെങ്കിൽ ഐസോടൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ പാരാടൈപ്പിൽ നിന്നോ നമുക്കൊരു സ്പെസിമെനിനെ എടുത്തിട്ടാണ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ഐസോടൈപ്പിൽ നിന്നോ പാരാടൈപ്പിൽ നിന്നോ സ്പെസിമെനെ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഇറ്റ്സ് നോൺ ആസ് ലെക്ടോടൈപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യന്റെ വേറൊരു രീതിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഹിയർ വി ഹാവ് ദ ആൻസർ ആസ് ഓപ്ഷൻ എ, ലെക്ടോടൈപ്പ്. അതായത് എക്സ് എന്ന് പറയുന്ന സ്പെസിമെൻ പബ്ലിഷ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഐസോടൈപ്പിൽ നിന്നോ പാരാടൈപ്പിൽ നിന്നോ ആണ് എടുക്കുന്നത്. കാരണം എന്താണ്? ദർ ഇസ് നോ ഹോളോടൈപ്പ്. ഹോളോടൈപ്പ് ഒന്നല്ലെങ്കിൽ ലോസ്റ്റ് ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാകാം. ആ സമയത്ത് നമ്മൾ ഐസോടൈപ്പിൽ നിന്നോ പാരാടൈപ്പിൽ നിന്നോ എടുത്തിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ആ പബ്ലിഷ് ചെയ്യുന്ന സ്പെസിമെനെ പറയുന്ന പേരാണ് ലെക്ടോടൈപ്പ്. ദാറ്റ് ഇസ് ദ ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മിനറൽ ഡെഫിഷ്യൻസി ആണ്. കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് മൈക്രോ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി ആണ്. ആൻഡ് മാക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. പക്ഷെ കോമൺ ആയിട്ടും റെഗുലർ ആയിട്ട് വരുന്നത് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ആണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, മോളിബ്ഡിനം ഡെഫിഷ്യൻസി ആണ്. സോ ആദ്യത്തത് അയൺ ഡെഫിഷ്യൻസി. അയണിന്റെ ഡെഫിഷ്യൻസി കാരണം പ്ലാന്റിൽ ഉണ്ടാവുന്നത് യെല്ലോയിങ് ഓഫ് യങ് ലീവ്സ്. യങ് ലീവ്സിന്റെ യെല്ലോയിങ്ങും അതുപോലെ തന്നെ ഇന്റർവീനൽ ക്ലോറോസിസ്, വെയിൻസിന്റെ ഇടയിൽ ഈ പറയുന്ന യെല്ലോയിങ് അല്ലെങ്കിൽ ക്ലോറോഫിലിന്റെ ഡീഗ്രഡേഷൻ ഒക്കെ നടക്കുന്നതാണ് അയേണിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത്. മാംഗനീസിലും ഏകദേശം സെയിം സിംറ്റംസ് ആണ്. യെല്ലോയിങ് ഓഫ് ദി ലീഫ് വെയിൻസ്, അതുപോലെ സ്പോട്ടിംഗ്, അതുപോലെ സ്റ്റണ്ടഡ് ഗ്രോത്ത്. ബോറോണിന്റെ ഡെഫിഷ്യൻസി കാരണം യങ്ങർ പാർട്ടിന്റെ, പ്ലാന്റിന്റെ യങ്ങർ പാർട്സിന്റെ ഡെത്തും സ്റ്റണ്ടഡ് ഗ്രോത്ത് ഇല്ലായ്മയും പിന്നെ ഡിസ്കളറേഷൻ ഓഫ് ലീഫ്, റോളിംഗ് ഓഫ് ലീഫ്, ചുരുണ്ട് വരുന്നതൊക്കെ ബോറോൺ ഡെഫിഷ്യൻസി കാരണമാണ്. സിങ്കിന്റെ ഡെഫിഷ്യൻസിയിൽ സ്മോളർ ലീവ്സ് ആയിരിക്കും, സ്റ്റണ്ടഡ് ഗ്രോത്തും ബ്രാഞ്ചിങ് ഒക്കെ കുറവായിരിക്കും. കോപ്പർ ഡെഫിഷ്യൻസിയിലും സ്റ്റണ്ടഡ് ഗ്രോത്ത്, ഡൈ ബാക്ക് ഓഫ് സ്റ്റെം ആൻഡ് ബ്രാഞ്ചസ്. അപ്പോൾ ഓരോ സ്റ്റെമ്മും ബ്രാഞ്ചും ഒക്കെ ടിപ്പിൽ നിന്ന് തന്നെ ഡൈ ആയിട്ട് തുടങ്ങും. ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഡെഡ് ആയി വരുന്ന ഒരു കണ്ടീഷനാണ് കോപ്പർ ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്നത്. മോളിബ്ഡിനം കോസ് ചെയ്യുന്നത് യെല്ലോയിങ് ആൻഡ് കപ്പിംഗ് ഓഫ് ലീഫ് ആണ് മോളിബ്ഡിനം ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാനുവരി 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജാനുവരി 2024 ഈ ന്യൂട്രിയൻസ് ബേസ്ഡ്
4 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇൻ പ്ലാന്റ് വിച്ച് ലീഡ്സ് ടു ഡെവലപ്മെന്റ് ഓഫ് ഇന്റർവീനൽ ക്ലോറോസിസ് ഇൻ യങ് ലീഫ്. ഇന്റർവീനൽ ക്ലോറോസിസ് കോസ് ചെയ്യുന്ന സിംറ്റം ഏത് ഡെഫിഷ്യൻസി കാരണമാണ്, ഏത് മൈക്രോ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയതാണ്, മെയിൻ ആയിട്ടും അയേണിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഈ ഇൻട്രാവീനൽ ക്ലോറോസിസ് ഒക്കർ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ മാംഗനീസിന്റെ ഡെഫിഷ്യൻസിക്കും ഈ പറയുന്ന ഇൻട്രാവീനൽ ക്ലോറോസിസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ഓപ്ഷനും കറക്റ്റ് ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൈക്രോന്യൂട്രിയൻ എസെൻഷ്യൽ ഫോർ നൈട്രജൻ ഫിക്സേഷൻ ഇൻ ലെഗ്യൂമിനസ് പ്ലാന്റ്. ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ നൈട്രജൻ ഫിക്സേഷന് യൂസ് ചെയ്യുന്ന മൈക്രോന്യൂട്രിയന്റ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ബോറോൺ, മോളിബ്ഡിനം, സിങ്ക് ആൻഡ് കോപ്പർ ആണ് കോമൺ ആയിട്ട് ഈ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോ നമ്മുടെ നൈട്രജൻ ഫിക്സേഷനിൽ വരുന്ന എൻസൈം ആണ് നൈട്രോജനേസ് എൻസൈം. നൈട്രോജനേസ് എൻസൈമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് മോളിബ്ഡിനം. നമ്മൾ അയൺ സൾഫർ ക്ലസ്റ്ററും അതുപോലെ അയൺ മോളിബ്ഡിനം ക്ലസ്റ്ററും ആണ് ഈ നൈട്രോജനേസ് എൻസൈമിന്റെ സ്ട്രക്ചറിൽ ഉള്ളത്. അപ്പൊ മോളിബ്ഡിനം ആണ് നൈട്രജൻ ഫിക്സേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മൈക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത്. സോ ഹിയർ വി ഹാവ് ദ കറക്റ്റ് ആൻസർ ആസ് ഓപ്ഷൻ ബി. Now let us see the Chergaff rule. Chergaff rule എന്ന് പറയുമ്പോൾ Chergaff rule സ്റ്റേറ്റ് ചെയ്യുന്നത് the number of adenine അല്ലെങ്കിൽ percentage of adenine will be equal to the percentage of thymine. അതായത് എത്ര adenine ഉണ്ടോ അത്രയും തന്നെ thymine ഉണ്ടാവും in number as well as percentage. Now guanine number അതേപോലെ guanine percentage will be equal to that of the cytosine. അപ്പോൾ നമ്മളിവിടെ ഒരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 adenine ഉണ്ടെങ്കിൽ 100 thymine ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പം 50 thymine ആയിരിക്കും ഉണ്ടാകുന്നതെങ്കിൽ 50 adenine ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഗ്വാനിൻ്റെ നമ്പർ 20 ആണെങ്കിൽ സൈറ്റോസിൻ്റെ നമ്പർ 20 ആയിരിക്കും. ഇൻ കേസ് ഡി എൻ എയിൽ കാണുന്ന സൈറ്റോസിൻ്റെ നമ്പർ 15 ആണെങ്കിൽ ഗ്വാനിൻ്റെ നമ്പറും 15 ആയിരിക്കും. ദാറ്റ് ഈസ് എത്ര അഡിനൈൻ ഉണ്ടോ അത്ര തൈമീൻ ഉണ്ടാകും, എത്ര ഗ്വാനൈൻ ഉണ്ടോ അത്ര സൈറ്റോസിനും ഉണ്ടാകും. ദാറ്റ് ഈസ് ദ റേഷ്യോ പറയുന്നത്. നൗ ഓൾ ടുഗെദർ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്യൂരിൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പിറമിഡൈൻ. ദിസ് ഇസ് ദ ഫസ്റ്റ് റൂൾ ഇൻ ചെർഗാഫ്സ് റൂൾ. നൗ അതല്ലാണ്ട് തന്നെ നമ്മൾ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഡി എൻ എ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന സ്പീഷീസിൻ്റെ ഡി എൻ എ കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇപ്പം എനിക്കുണ്ടാകുന്ന ഡി എൻ എ കോമ്പോസിഷൻ ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാകുന്നത്. അപ്പോൾ ഓരോ സ്പീഷീസിനും അതിൻ്റേതായ ഡി എൻ എ കോമ്പോസിഷൻ ഉണ്ട്. വേരീസ്, ഡി എൻ എ കോമ്പോസിഷൻ വേരീസ് ബിറ്റ്വീൻ സ്പീഷീസ്. നൗ അനദർ റൂൾ ഇസ് ദാറ്റ് adenine plus thymine will not be equal to guanine plus cytosine. നമുക്ക് 100 adenine ഉണ്ട്, അപ്പോൾ 100 thymine ഉണ്ടാകും. നൗ ഗ്വാനിൻ ചിലപ്പോൾ 20 ഉണ്ടാകുള്ളൂ. സോ ഗ്വാനിൻ സൈറ്റോസിനും 20 ആയിരിക്കും ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ഓൾ ടുഗെദർ adenine plus thymine will be 200 but guanine plus cytosine will be 40. അപ്പോൾ അതൊരു ഈക്വൽ എമൗണ്ട് ആണോ? അല്ല. adenine plus thymine will not be equal to guanine plus cytosine. That also is a rule, second rule from Chergaff. So നമുക്ക് ചെർഗാഫ് റൂൾ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് പ്രോബ്ലം ഇസ് എ പീസ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഹാസ് 30% ഓഫ് അഡിനൈൻ ആൻഡ് വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ അഡിനൈൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് അഡിനൈൻ എത്രയാണ്? 30% ആണ്. ആൻഡ് നമുക്കറിയാം അഡിനൈൻ ഓൾവേസ് പെയർസ് വിത്ത് thymine. According to Chergaff rule, adenine percentage will be equal to percentage of thymine. So here percentage of thymine എത്ര ആയിരിക്കും? adenine percentage ആയിരിക്കും thymine percentage. So percentage of thymine will be equal to 30%. Now നമുക്ക് A plus T എത്രയുണ്ടെന്ന് നോക്കാം. Now A plus T will be equal to 30 plus 30, that is equal to 60. അപ്പോൾ ഡി എൻ എയിൽ അഡിനിൻ തൈമീൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ 60% ആയിരിക്കും. നൗ നമുക്ക് ജി പ്ലസ് സി കണ്ടന്റ് എത്രയുണ്ടെന്ന് നോക്കാം. ഇൻ ദ ഡി എൻ എ ജി പ്ലസ് സി കണ്ടന്റ് വിൽ ബി ഈക്വൽ ടു 100 മൈനസ് 60. കാരണം എന്താണ്? നമ്മൾ പെർസെൻറ്റേജിലാണ് പറയുന്നത്. അപ്പോൾ 100%ൽ 60% ആണ് അഡിനിൻ പ്ലസ് തൈമീൻ. നൗ ബാക്കി റിമൈനിങ് ആയിരിക്കും ഗ്വാനിൻ പ്ലസ് സൈറ്റോസിൻ.
അപ്പോൾ 100%-ൽ നിന്ന് 60% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് G+C കണ്ടന്റ് കിട്ടും. സോ G+C കണ്ടന്റ് ഇസ് ഈക്വൽ ടു 40%. Now according to Chergaff's rule, percentage of guanine will be equal to percentage of cytosine. അപ്പോൾ G+Cയിൽ നിന്നും നമുക്ക് ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ആൻഡ് ഗ്വാനിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 40 ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 20%. നൗ സൈറ്റോസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയാണ്? സെയിം ആസ് ദാറ്റ് ഓഫ് ഗ്വാനിൻ ആണ്. സോ ദാറ്റ് ഇസ് ഓൾസോ 20%. നമുക്കിവിടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ അഡിനൈൻ്റെ പെർസെൻറ്റേജ് 30 ആണ്, തൈമീൻ്റെ പെർസെൻറ്റേജും 30 ആണ്. ആൻഡ് നൗ ഗ്വാനിൻ്റെ പെർസെൻറ്റേജ് എത്രയുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ ഇസ് 20%. ആൻഡ് വി ഹാവ് ദ സൈറ്റോസിൻ ഓൾസോ ഫ്രം ഹിയർ. സൈറ്റോസിൻ്റെ പെർസെൻറ്റേജും 20% ആണ്. സോ നമ്മളുടെ പ്രോബ്ലം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എല്ലാ പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്താൽ മതി. സോ വി ഷുഡ് ഗെറ്റ് 100%. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലം ശരിയാണ്. ആൻഡ് ഹിയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഗ്വാനിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ്. സോ അവർ ആൻസർ ഇസ് പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ ഇസ് 20%. സോ നൗ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഇഫ് വൺ സെൽ ഹാസ് 80 കണ്ടന്റ് 40%, വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ റെസിഡ്യൂ? അപ്പോൾ നമുക്ക് A+T എത്രയാണെന്ന് തന്നിട്ടുണ്ട്. A+T അല്ലെങ്കിൽ 80 കണ്ടന്റ് ഇസ് 40%. നൗ നമുക്ക് ഗ്വാനിൻ റെസിഡ്യൂ എത്രയുണ്ടെന്ന് നോക്കണം. അപ്പം 80 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് GC പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. GC കണ്ടന്റ് ഓർ G+C എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഇസ് 100 മൈനസ് 40. വൈ 100 മൈനസ് 40? ഇപ്പം നമ്മൾ പെർസെൻറ്റേജ് പറയുന്നത് 100%-ലാണ്. 100%-ൽ 40% ആണ് 80 കണ്ടന്റ്. അതിൻ്റെ ബാക്കിയായിരിക്കും GC കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് 100 മൈനസ് 40 ചെയ്യുന്നത്. സോ വിൽ ബി ഹാവിങ് 60% ഓഫ് GC കണ്ടന്റ്. 60% ഓഫ് GC കണ്ടന്റ് ആണുള്ളത്. ആൻഡ് ഇനി ഇതിൽ നിന്ന് നമുക്ക് ജിയുടെയും സിയുടെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. സോ പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ വിൽ ബി 60 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് 30. അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് cytosine will also be same, that is 30. According to Chergaff's rule, percentage of guanine will be equal to percentage of cytosine. So 30% ആയിരിക്കും ഗ്വാനിനും 30% ആയിരിക്കും സൈറ്റോസിനും ഉണ്ടാകുന്നത്. നൗ നമുക്ക് ഇതിൽ നിന്നും അഡിനൈൻ്റെയും തൈമീൻ്റെയും പെർസെൻറ്റേജും കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ഓഫ് അഡിനൈൻ വിൽ ബി ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് 20%. ആൻഡ് പെർസെൻറ്റേജ് ഓഫ് തൈമീൻ എത്രയായിരിക്കും? അഗൈൻ 20% ആയിരിക്കും. കാരണം എന്താണ്? പെർസെൻറ്റേജ് ഓഫ് അഡിനൈൻ വിൽ ബി ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് തൈമീൻ. ഇപ്പം നമുക്ക് എല്ലാം ഈ പറയുന്ന അഡിനൈൻ്റെ പെർസെൻറ്റേജും ഗ്വാനൈൻ്റെ പെർസെൻറ്റേജും സൈറ്റോസിൻ്റെ പെർസെൻറ്റേജും അതേപോലെ തൈമീൻ്റെ പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 100 കിട്ടുവാണെങ്കിൽ അവർ ആൻസർ ഇസ് കറക്റ്റ്. എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ 100 കിട്ടണം. സോ ഹിയർ ദ പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ ഇസ് 30%. ദാറ്റ് ഇസ് ദ ആൻസർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്യൂ ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ്. ആ ഏരിയാസിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി. ആൻഡ് ഇതുപോലെ തന്നെ പല ഇമ്പോർട്ടന്റ് ഏരിയകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽസിൽ അവൈലബിൾ ആണ്. എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, നല്ലപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.